എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. കൂടുതൽ മുഖവരിയൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്നേ ആരും നമ്മുടെ മേലെ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. നമ്മുടെ മേലെ കുതിര കയറാനെന്ന് പറയും. നമ്മളങ്ങനെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കുതിര കയറുന്ന നമ്മുടെ മേൽ കുതിര കയറി നമ്മൾക്കൊരു സമാധാനം ഇല്ലാണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന പലതരം ആളുകളുണ്ട്. അപ്പം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും നമ്മുടെ മേൽ കുതിര കയറാനായിട്ട് അനുവദിക്കരുത്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത്. ചില ആളുകൾ വളരെ പാവങ്ങളായിരിക്കും. ആർക്കും അവരുടെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അവർ അറിഞ്ഞറിയാതെ ഒരു മൗനസമ്മതം കൊടുക്കും. അവരറിയാതെ അവർക്ക് ചിലപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവരതിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഇതിന് വിധേയരാവാൻ പാടില്ല. അതായത് ആരും നമ്മുടെ മേലെ കുതിര കയറാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. നമ്മൾ ഒരു പ്രാവശ്യം അത് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിരം ഒരു ഇടപാടായിട്ട് മാറും. അത് നമ്മൾ കർശനമായിട്ട് തന്നെ നമ്മൾ നിരോധിക്കണം. ആദ്യത്തെ തവണ തന്നെ നമ്മളത് കർശനമായിട്ട് നിരോധിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുതിരക്കയറ്റക്കാർ വല്ലാണ്ട് കുതിര കയറുമ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ് 2 പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ നമുക്കത് വേണ്ടാന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അത് സ്ഥിരം പരിപാടിയായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നവർക്ക് അത് ഒരു സ്ഥിരം പരിപാടിയായി. അപ്പോൾ അവർക്കത് ചെയ്തില്ലെങ്കിലും ശരിയാവില്ല. നമ്മൾ പിന്നെ അത് ഒരു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അത് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെ വല്ലാതെ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും നമ്മളോട്. ആ നേരത്ത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അത് എതിർക്കുകയാണ്, ഇത് ശരിയാവില്ല എന്ന് നമ്മൾ തീർത്ത് പറയുകയാണെങ്കിൽ അത് പിന്നീട് ആവർത്തിക്കാൻ സാധ്യത വളരെയധികം കുറവാണ്. അതിനൊരുവിധം ആളുകൾ അത് അങ്ങനെ ചെയ്യാനായിട്ട് അവർ തയ്യാറാവില്ല. ഒരു പ്രാവശ്യമല്ലേ അത് സാരമില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം സാരമില്ല, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഒരു നീണ്ട കാലഘട്ടം അങ്ങനെ കുറച്ച് നമ്മളെ കുതിര കയറി നമ്മളെ അടിച്ചമർത്തി അവർ ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതൊരു ശീലമായി മാറും. അവർക്കും അതൊരു ശീലമായി മാറും. അത് നമ്മൾ അവരുടെ കാലിൻ്റെ ചോട്ടിൽ കിടന്ന് അടിച്ചമർത്താൻ വേണ്ടി കിടന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ കുറേ കഴിഞ്ഞ് നമുക്ക് ഇത് നമ്മളെ ചെയ്ത് കഴിഞ്ഞ് നമുക്കതിൽ നിന്ന് മാറാനും പറ്റില്ല. നമുക്ക് പിന്നെ പറഞ്ഞാലും അത് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാ, തുടക്കത്തിൽ തന്നെ അത് നുള്ളണമെന്ന്, മുളയിലേ നുള്ളണമെന്നാണ് പറയുക. അപ്പോൾ അത് മുളയിലേ തന്നെ നുള്ളിയിട്ടില്ലെങ്കിൽ ഈ കുതിരകയറ്റക്കാർക്ക് അതൊരു ശീലാവും ചെയ്യും. നമ്മൾക്കാണെങ്കിൽ അത് എതിർക്കാൻ കഴിയാത്തൊരവസ്ഥയിലും വരും. അയ്യോ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് പറയുക, പേടിയും ഭയവും എല്ലാം കൂടിയിട്ട്. അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞ നാളെ മേലാക്കം ഇങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ വളരെ കർശനമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആവർത്തിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അല്ല നമ്മൾ പേടിച്ചും ഭയന്നും ആളുകൾ നമ്മൾ അടിച്ചമർത്തി അങ്ങനെ കുതിര കയറി അങ്ങനെ നമ്മളൊരു തരം ജീവിതം ജീവിക്കുമ്പോൾ എന്താ പറയുക, എത്ര വലിയ ആളുകളായാലും ചെറിയ ആളുകളായാലും മീഡിയൻ ആളുകളായാലും എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുതിരകയറ്റങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചിലവർ അതിനനുവദിക്കില്ല, അത് നടക്കില്ല. അപ്പോൾ പറയൂലോ, അവരെടുത്ത വേഷം കെട്ട് നടക്കില്ല എന്ന് പറയില്ലേ ചിലവർ. അതേപോലെ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളതിനെ അനുവദിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനാണ് നമ്മളതിനത് അനുവദിച്ച് കൊടുക്കുന്നത്? നമ്മളത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നമ്മുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ആർക്കും ഒരു അനുവാദം നമ്മൾ കൊടുക്കരുത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് അനുവാദം കൊടുക്കരുത്. പിന്നെ നമുക്ക് ആ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ ഭരിക്കുക എന്ന് പറയും. നമ്മളെ ഭരിക്കാനായിട്ട് ആർക്കും അനുവാദം കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. നമുക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ ദുർവിനിയോഗം ചെയ്യാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ചുമതല. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അല്ലാതെ എല്ലാവരും വന്ന് ചവിട്ടി അരച്ച് ഈ ചവിട്ടി പോലെ നമ്മുടെ വാതിലിൻ്റെ അവിടെയുള്ള ചവിട്ടി പോലെ എല്ലാവർക്കും ചവിട്ടി അരയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം, ഒരു സമാധാനം, ഒരു സന്തോഷമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് എടുത്താൽ നടക്കില്ല എന്നുള്ള ഒരു ബോധ്യം എതിർകക്ഷിക്ക് തോന്നണം. അല്ലെങ്കിൽ അവരത് നമ്മുടെ അടുത്ത് ആ വേഷം കെട്ട് എടുക്കും.
അതെടുക്കുമ്പോൾ നമ്മളതിന് വശംവദരായി നമ്മളത് കുറേ ആയി കഴിയുമ്പോൾ നമുക്കും അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാനായിട്ട് പറ്റാണ്ട് വരും. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ കാര്യം നമ്മൾ മുഖത്ത് നോക്കി പറയാം, മുഖത്ത് നോക്കി കാര്യം പറയാം. പറ്റില്ലെങ്കിൽ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടേതായ എന്ത് കാര്യങ്ങളായിരിച്ചാലും നമ്മൾ കർശനമായി നമ്മൾ പറയാനുള്ളത് അപ്പം പറയണം. പിന്നേക്ക് വെക്കരുത്. പിന്നേക്ക് വെച്ചാൽ പിന്നെ അത് പറയാൻ പറ്റില്ല. നമുക്ക് എന്തൊരു കാര്യം, എന്തൊരു പ്രതിസന്ധി ആയിക്കോട്ടെ, എന്തുണ്ടായിച്ചാലും നമ്മൾ അപ്പം തന്നെ കാര്യം പറയുന്നതും നമ്മൾ നാളെ പറയാം പിന്നെ പറയാമെന്ന് വിചാരിക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. ആ സ്പോട്ടിൽ കാര്യം പറയാമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ കാര്യം പറയാം. നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്നും, അല്ലെങ്കിൽ എന്താണോ നമുക്ക് പറയാനുള്ള മറുപടി, അതിനുള്ള നല്ല ചുട്ട മറുപടി നമ്മൾ അപ്പം തന്നെ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ നമ്മുടെ മേലെ കുതിര കയറാൻ വരുന്നവരെ ഒരിക്കലും അനുവദിക്കരുത്. ഇതാണ് ഈ പ്രായഭേദമന്യേ, അതായത് ചെറിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയണത്. നമുക്കൊക്കെ ഒരുവിധം പ്രായം, എല്ലാവരും പക്വതയും പ്രായവും അറിവൊക്കെയുള്ളവരാണല്ലോ. അങ്ങനെ നമ്മൾ ആളുകൾ കുതിരകയറ്റത്തിന് നിന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറയാനും, നമുക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാനും, പിന്നെ നമ്മൾ സ്വയം എന്താ പറയുക, സ്വയം പര്യാപ്തത നമ്മൾ നേടും വേണം. എല്ലാവരെയും അടിമ പോലെ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പരമാവധി നമ്മളെല്ലാവരും സ്വയം പര്യാപ്തരാവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിൻ്റെ ഇതിലാവും ജീവിക്കുക. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാതെയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു വീട്ടിലിപ്പോൾ ഭർത്താവ്, ഭാര്യ, മക്കൾ അങ്ങനെയുള്ളവരെ വിട്ടിട്ട് ചില അടിച്ചമർത്തലുകളുണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഭർത്താവ്, ഇപ്പം നമ്മളൊക്കെ സ്ത്രീകൾ, വീഡിയോ കാണുന്ന ഒരു സ്ത്രീകളാണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ പറയും, ചെയ്യൊക്കെ ചെയ്യും. അതല്ല വേണ്ടാതെ ഞാൻ പറയുന്നത്. അല്ലാത്ത രീതിയിലുള്ള അടിച്ചമർത്തലുകളുണ്ടല്ലോ, അതിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ മേലെ കുതിര കയറാൻ വന്നാൽ അതൊന്നും അനുവദിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അവരെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. ഭർത്താക്കന്മാരുടെ കാര്യം ഞാൻ പറയണത്, നമ്മുടെ ഫാമിലിയിലത്തെ കാര്യം ഞാൻ പറയണത്. അല്ലാണ്ട് വിട്ടിട്ടുള്ള അടിച്ചമർത്തലുകളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കിന്ന് നിങ്ങളോട് എൻ്റെ വീഡിയോയിൽ അതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ആരും നമ്മുടെ മേലെ കുതിര കയറാൻ നമ്മൾ അനുവദിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കേ.